നിമിഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഭിഷേകം ഒട്ടും നഷ്ടപ്പെടുത്താതെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരു പുത്തൻ അഭിഷേകം നിറയപ്പെടാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും പരിശുദ്ധാത്മാവ് വളരെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഈ സമയം നിങ്ങളുടെ നിയോഗങ്ങൾ മനസ്സിലോർക്കുക. ഏത് വിഷയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആ വിഷയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കുക. വിശ്വസിക്കുന്ന ഓരോരുത്തരും ദൈവീക പ്രവർത്തികൾ അനുഭവിക്കാൻ തുടങ്ങും. വിശ്വസിക്കുന്നവരോടുകൂടിയാണ് ദൈവീക പ്രവർത്തികൾ സംഭവിക്കുന്നത്. റോമാലേഖനം 3-ാം അധ്യായം 25-ാം തിരുവചനം, വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവന് നിശ്ചയിച്ചു തന്നു. വിശ്വാസം വഴി നീ വിശ്വസിക്കുക, എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യം, ഇന്ന വിഷയം, ഇന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഏറ്റെടുക്കുക. ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ എൻ്റെ നിയോഗത്തിൽ അത്ഭുതകരമായി അങ്ങ് ഇടപെടണമേ. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുക. 2 കൊരിന്തോസ് 4-ാം അധ്യായം 4-ാം തിരുവചനം, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന അനേക മേഖലകൾ തലയ്ക്കകത്ത് പ്രവേശിച്ചതിൻ്റെ ഭാഗമായി നമുക്ക് അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നു. ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം പരിപൂർണ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് എന്നിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ഓരോ വ്യക്തിയും വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവമേ, അത്ഭുതകരമായ ഒരു ദൈവീക ഇടപെടലാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ചേ, നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല മേഖലകളെയും ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ 2:8, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാക്കി തരും. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ നിയോഗങ്ങളിൽ കർത്താവെ അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. ഞങ്ങളെ എതിർക്കുന്ന, ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന, ഞങ്ങളുടെ കുടുംബങ്ങളെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന സകല പൈശാചിക ശക്തികളെയും ദൈവമേ ഈ പരിശുദ്ധ അൾത്താരയിൽ ഞങ്ങൾ സമർപ്പിച്ച് വലിയൊരു വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്ന സകല തിന്മയുടെ നാരക ശക്തികളും കർത്താവേ അങ്ങയുടെ ശക്തമായ അഭിഷേകത്താൽ അവ എടുത്തു മാറ്റപ്പെടാൻ വേണ്ടി ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൊളോസസ് ലേഖനം 1:20, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല മേഖലകളും കർത്താവെ എടുത്തു മാറ്റപ്പെടട്ടെ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് സ്വരമുയർത്തി സകല ദൈവജനവും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ്, ദൈവിക ശക്തി, ഉണർവിന്റെ കാറ്റ് ദൈവമക്കളിലേക്ക് ആഴത്തിൽ വീശുന്ന സമയം, ദൈവത്തിന്റെ കാറ്റടിക്കുന്ന സമയം, ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടുന്ന സമയം. ദൈവജനമേ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ദൈവിക ശക്തി വെളിപ്പെടട്ടെ. സകല തടസ്സങ്ങൾ കർത്താവിനത് മാറ്റട്ടെ. ഒരു പുത്തൻ അഭിഷേകം വെളിപ്പെടട്ടെ. ദൈവിക ശക്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെയും സകല അസ്വസ്ഥതകളും, സകല ഭാരങ്ങളും, സകല രോഗങ്ങളും, സകല തിന്മയുടെ കെട്ടുകളും ഓ ദൈവമേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് എടുത്തു മാറ്റപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഇതൊരു അഭിഷേക ശുശ്രൂഷയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കുകയാണ്. വിശ്വസിക്കണം. ഓ കർത്താവേ, അങ്ങയുടെ കാറ്റടിക്കണമേ. നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് വെളിപ്പെടട്ടെ. നിന്റെ ജീവിതം എത്രമേൽ കുഴിയിൽ കിടക്കുന്നതാണെങ്കിലും കർത്താവ് നിന്നെ പൊക്കിയെടുക്കും. നീ എത്ര വലിയ ഞെരുക്കത്തിലാണെങ്കിലും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. ഉണർവിന്റെ കാറ്റേ,
ഓ ദൈവമേ, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീക്ഷണമേ വീണ്ടും. പഠിക്കേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വീക്ഷണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ തളരുന്ന മനസ്സുകളിൽ തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. ആമേൻ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരുന്ന മനസ്സുകളിൽ തളരും മനസ്സുകളിൽ പുതിയ ജീവൻ. പുതിയൊരു ജീവൻ നൽകണമേ. ആമേൻ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധക്കുസ്ത. 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 അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. അഭിഷേകത്തിന്റെ അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. കണ്ണു തുറന്ന് കൈകൾ കൂപ്പി എന്ന് പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഇത് ഈ ശുശ്രൂഷ ഇവിടെ ഇരിക്കുന്ന, അതോടൊപ്പം തന്നെ ഓൺലൈനിൽ പങ്കെടുക്കുന്ന അനേകർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരുക്കിയിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. അപ്പം അതുകൊണ്ട് ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം, കർത്താവ് എന്നോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തു തന്നെയാണെങ്കിലും ഇത് വിശ്വസിച്ചോണം. നിങ്ങളുടെ അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, എനിക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവ് ഈ ശുശ്രൂഷ ഒരുക്കിയിരിക്കുന്നത്. അത് വിശ്വസിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഈ അഭിഷേകം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. വലതുകര ഉയർത്തി പറഞ്ഞ ഹാലേലുയാ, Hallelujah. ഹാലേലുയാ, Hallelujah. ഹാലേലുയാ, Hallelujah. ഹാലേലുയാ, Hallelujah. ഹാലേലുയാ. Hallelujah. യോഹന്നാന്റെ സുവിശേഷം, ബൈബിൾ തുറന്നേ. യോഹന്നാന്റെ സുവിശേഷം അതിശക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദൈവവചനം നമ്മൾ പഠിക്കാൻ പോവാണ്. 16-ാം അധ്യായം 33-ാം തിരുവചനം. ഇവിടെ ഇരിക്കുന്ന അനേകരോട് കർത്താവ് വ്യക്തിപരമായി സംസാരിക്കുന്നൊരു വചനമാണ്. അതുകൊണ്ട് ഈ വചനം ശ്രദ്ധിച്ചു പഠിച്ചോണം. വെറുതെ കേട്ടുപോയാൽ പോരാ, മറിച്ച് ഈ വചനം പറയുമ്പോൾ കർത്താവ് ഇതെന്നോടാണല്ലോ, എൻ്റെ ജീവിതത്തോടാണല്ലോ എന്ന് ഏറ്റെടുത്തുകൊള്ളണം. സെന്റ് ജോൺസ് ഗോസ്പൽ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനം. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഇങ്ങോട്ട് നോക്കിക്കേ, ഈശോ പറയാണ്, ലോകത്തിൽ നിനക്ക് ഞെരുക്കം ഉണ്ടാകും. എന്നിട്ട് ഈശോ പറയുന്നൊരു കാര്യം കൂടെയുണ്ട്, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, കാരണം ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാമല്ലോ. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ആമേൻ, ആമേൻ. അപ്പോൾ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഈശോ ഒരു കാര്യം പറയുകയാണ്. എന്താ പറയണമെന്നറിയോ? നിനക്ക് ഈ ഭൂമിയിൽ ഞെരുക്കങ്ങൾ ഉണ്ടാവും. ഞെരുക്കങ്ങൾ ഉണ്ടാവും. ഞാനിത് പറയുമ്പോൾ അനേകം ആഘോഷങ്ങളുടെ നടുവിലാണ് നമ്മൾ ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷം, ന്യൂ ഇയർ ആഘോഷം, അങ്ങനെ പല വിധത്തിലുള്ള ആഘോഷങ്ങൾ, കല്യാണങ്ങൾ, നോമ്പ് കഴിഞ്ഞ് കല്യാണങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, ഇഷ്ടം പോലെ ആഘോഷങ്ങളാണ് ഈ നാളുകളിൽ. ഈ ആഘോഷങ്ങളുടെ നടുവിൽ ഈ വചനം നിന്റെ ചങ്കിനുള്ളിൽ നിനക്കുണ്ടായിരിക്കണം. കാരണം ഈ ആഘോഷങ്ങളുടെയൊക്കെ നടുവിൽ ഇങ്ങനെയൊന്നും ആഘോഷിക്കാൻ പറ്റാതെ ഒത്തിരി പേര് ഒത്തിരി വേദനിച്ച് ഒത്തിരി ഞെരുക്കത്തിൽ ജീവിക്കുന്നുണ്ട്. ആ ഞെരുക്കം വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, അത് നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ ദൈവിക ഇടപെടലിന് വേണ്ടി നീ സ്വീകരിച്ചു കൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വീട്ടമ്മ ഇന്ന് രാവിലെ ഫോൺ വിളിച്ച് കരയുകയാണ്. അച്ഛാ, 25 ദിവസങ്ങൾ എൻ്റെ ഭർത്താവ് മദ്യപിച്ചില്ല.
അച്ഛാ വലിയ സന്തോഷമായിരുന്നു, സ്വർഗമായിരുന്നു അച്ഛാ, സ്വർഗം. എൻ്റെ വീട്ടിലെ സ്വർഗമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളും 3 മക്കളും 25 ദിവസവും പള്ളിയിൽ പോയി. അച്ഛാ സ്വർഗമായിരുന്നു അച്ഛാ, സ്വർഗം. പള്ളിയിലെ വികാരിയച്ഛൻ 25 ദിവസവും പള്ളി വന്നവർക്ക് സമ്മാനം എൻ്റെ മക്കൾക്കാച്ചാ, എൻ്റെ മക്കൾക്ക്. അച്ഛാ ഞാനിന്നിപ്പോൾ അച്ഛനോട് സംസാരിക്കുമ്പോൾ എൻ്റെ നെഞ്ച് കടന്ന് പിടയ്ക്കുക. ഇന്നലെ രാത്രി മുതൽ ചിത്രം മാറി അച്ഛാ. 25 നോമ്പെടുത്ത് മദ്യപാനം 25 ദിവസത്തേക്ക് മാറ്റിവെച്ച എൻ്റെ ഭർത്താവ് ഇന്നലെ രാത്രി മുതൽ അച്ഛാ മദ്യപിച്ച് ലക്ക് കെട്ട് പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ മക്കൾക്ക് സമ്മാനം കിട്ടിയ അതേ പള്ളിയിൽ ചെന്ന് എൻ്റെ ഭർത്താവ് ബഹളമുണ്ടാക്കുന്നു. ആഘോഷങ്ങളുടെ നടുവിൽ അത്രമേൽ അപമാനം വരുത്തി വയ്ക്കുന്നു. എൻ്റെ 3 മക്കൾ പറയുന്നു, അമ്മേ ഞങ്ങൾ പള്ളിയിൽ പോകത്തില്ല, അപ്പനുണ്ടെങ്കിൽ ഞങ്ങൾ പള്ളിയിൽ പോകത്തില്ല. നാട്ടിലുള്ള കുട്ടികളൊക്കെ കളിയാക്കി പറയുന്നു, ദേ മദ്യപാനിയുടെ മകൻ, കുടിയൻ്റെ മക്കള്. അച്ഛാ സ്വർഗമായിരുന്ന തച്ചാ സ്വർഗം ഇപ്പോഴുണ്ടല്ലോ വലിയ ഞെരുക്കത്തിൻ്റെ നടുവിലാ. എല്ലാവരും ആഘോഷിക്കുന്നു, പള്ളിപ്പെരുന്നാൾ, ന്യൂ ഇയർ, ക്രിസ്മസ്. അച്ഛാ ഇതൊന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ലെന്ന് വലിയ ഞെരുക്കം. ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ടൊരു സംഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനല്ല, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർ കടന്നു പോകുന്ന അവസ്ഥ അത്ര വലിയ ഞെരുക്കത്തിൻ്റെ നടുവിലാണ്, അത്ര വലിയ ഭാരത്തിൻ്റെ നടുവിലാണ്. വിചാരിക്കാത്ത തരത്തിൽ രോഗങ്ങൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ബന്ധത്തകർച്ച, വിചാരിക്കാത്ത തരത്തിൽ പലതും സംഭവിക്കുമ്പോൾ വലിയ ഞെരുക്കത്തിൻ്റെ നടുവിൽ കഴിയുന്ന ഓരോ വ്യക്തിയും ഒരു കാര്യം തിരിച്ചറിയണം. എന്താണെന്നറിയാവോ? നിന്റെ ഞെരുക്കത്തെക്കുറിച്ച് കർത്താവ് നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ വചനം പഠിപ്പിച്ചത്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ആമേൻ പറ, ആമേൻ ആമേൻ. പക്ഷെ വചനം പറയുന്നത് എങ്കിലും ധൈര്യമായിട്ടിരിക്കണം. ഞെരുക്കം ഉണ്ടാകുന്നു, ഞെരുക്കമുണ്ടാകും. ചില ഞെരുക്കങ്ങളെ ഇങ്ങോട്ട് നോക്കിക്കേ, ചിലർക്ക് പുറത്ത് പറയാൻ പറ്റുന്നില്ലെന്ന്. പുറത്ത് പറയാൻ പറ്റാത്ത വണ്ണം, ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത വണ്ണം പെട്ടുപോയി. സങ്കടമാണ്. നാട്ടുകാരിങ്ങനെ പടക്കം പൊട്ടിക്കുന്നു, ആഘോഷിക്കുന്നു. അച്ഛാ ഇതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യനോട് പറയാൻ പോലും പറ്റാത്ത വണ്ണം അത്രമേൽ നെഞ്ച് കടന്ന് പിടയുന്നു, അത്രമേൽ ഭാരപ്പെടുന്നു. ഇതിൻ്റെ ഇടയിൽ എന്താഘോഷം? ഈ ഞെരുക്കം താങ്ങാൻ പറ്റുന്നില്ലെന്ന്, ഞെരുക്കം താങ്ങാൻ പറ്റുന്നില്ല, വല്ലാത്ത ഭാരം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങൾ കടന്നു പോകുന്ന ഞെരുക്കം എന്താണോ, ആ ഞെരുക്കത്തിൻ്റെ നടുവിൽ ഈ വചനം പഠിപ്പിക്കുന്ന കാര്യം, കർത്താവിന് ഈ ഞെരുക്കത്തിൽ ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ആമേൻ ആമേൻ. ഇതറിയണമെങ്കിൽ വെളിപാടിന്റെ പുസ്തകം ഒന്ന് തുറന്നേ. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപാടിന്റെ പുസ്തകം 7-ാം അധ്യായം. അതിസുന്ദരമായിട്ടുള്ളൊരു ആത്മീയ രഹസ്യം പഠിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ വല്ലാണ്ട് ഭാരപ്പെട്ടു പോകും. ഇത് പഠിച്ചോ. വെളിപാടിന്റെ പുസ്തകം 7-ാം അധ്യായം, അതിൻ്റെ 14-ാം തിരുവചനം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ മേഖല യോഹന്നാൻ ശ്ലീഹ വെളിപാട് പുസ്തകത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനം ഒന്ന് ആദ്യം കേൾക്കാം. 14-ാം തിരുവചനം. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്നും വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചു. ഇവരാണ് വലിയ ഞെരുക്കത്തിൽ വന്നിരിക്കുന്നവർ. എന്നിട്ട് അവരെ കുറിച്ചൊരു വിശേഷണം കൂടെ പറയുന്നു, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. ആമേൻ ആമേൻ. അതായത് കുറച്ച് ആളുകളെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇവരാരാ? 13-ാം വചനം വായിച്ചേ. ആ ചോദ്യം അതാണ്, ഇവരാരാണ്, എവിടെ നിന്ന് വന്നിരിക്കുന്നു? 13-ാം വചനം വായിച്ചോ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ളയങ്കണിഞ്ഞ ഇവർ ആരാണ്? ഇവരെവിടെ നിന്ന് വരുന്നു? ഇങ്ങോട്ട് നോക്കിക്കേ, ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഇത് ആരെക്കുറിച്ചാണെന്നറിയോ? ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന, വിഷമങ്ങളിലൂടെയും കണ്ണുനീരിലൂടെയും ഒരു മനുഷ്യനോട് പോലും പറയാൻ പറ്റാത്ത വണ്ണം അത്രമേൽ വലിയ സങ്കടത്തിലും കഴിയുന്നവര്. ഈ സങ്കടപ്പെടുന്നവരോട്
ത്യാഗം അനുഭവിക്കുന്നവരോടാണ് വചനം പറയുന്നത്. നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നുവെന്നൊരു ചോദ്യം ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥം ഉത്തരം നൽകുന്നുണ്ട്. എന്താ ഉത്തരം? 14-ാം തിരുവചനം വായിച്ചേ. ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ ഞെരുക്കം അത് വിശുദ്ധി, നിന്റെ ഞെരുക്കം സമാധാനം, നിന്റെ ഞെരുക്കം നിനക്കൊരു സ്ഥാനം നൽകുകയാണ്, സ്വർഗത്തോളം ഉയർത്തുന്ന ഒരു സ്ഥാനം. ആമേൻ. എന്ത് മനസ്സിലായി എൻ്റെ പ്രിയപ്പെട്ടവരെ? നീ ഇന്ന് ഈ ഭൂമിയിൽ ഏതെങ്കിലും വിഷയത്തിൽ ഞെരുങ്ങുന്നുണ്ടെങ്കിൽ, ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, നീ ഓർത്തുകൊള്ളണം, നിനക്ക് ദൈവം ഒരു സ്ഥാനം നൽകി ഉയർത്തിയിരിക്കുക. സ്വർഗത്തോളം വിശുദ്ധി നൽകി ദൈവം നിന്നെ ഉയർത്തുകയാ. അതായത് കുഞ്ഞാടിന്റെ രക്തത്തിൽ അതങ്ങനെയാ പഠിപ്പിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വെളുപ്പിച്ചവരാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഈ സഹനത്തെ അവർ ഒരു വിശുദ്ധിയായിട്ട് കണക്കാക്കിയതാണ്. ഞെരുക്കത്തിന് വേണ്ടിയല്ല, മറിച്ച് നിന്റെ ഞെരുക്കം അത് ഉന്നതമായ ഒരു സ്ഥാനത്തേക്കുള്ള ഉയർച്ചയാണ്. ആമേൻ, ആമേൻ. ഇങ്ങോട്ട് നോക്കിക്കേ. മറ്റൊരു വാക്കിൽ പറഞ്ഞാലേ, നമ്മുടെയൊക്കെ ചില ഞെരുക്കങ്ങൾ കൊണ്ടാണ് നമ്മുടെ വീടുകൾ നിലനിൽക്കുന്നത്. അതേന്ന് നമ്മളൊക്കെ പ്രത്യേകിച്ച് വേദനിക്കുന്നവർ ശ്രദ്ധിച്ചോണം. ഈ ഞെരുക്കം അനുഭവിക്കുന്നത് കൊണ്ടാണ് നിന്റെ വീട് ഈ പച്ച പിടിച്ച് നിൽക്കുന്നത്. ആരെങ്കിലുമൊക്കെ ചീഞ്ഞഴിഞ്ഞിട്ടാണ് ചിലതൊക്കെ വളർന്നു നിൽക്കുന്നത്. നിന്റെ വീട്ടിൽ നീ ഓർത്തുകൊള്ളണം, കരയാനും പ്രാർത്ഥിക്കാനും ആരൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ കുടുംബം ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കത്തില്ലെന്ന്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്ക്. ആരൊക്കെയോ നിനക്ക് വേണ്ടി കരഞ്ഞതും പ്രാർത്ഥിച്ചതും തമ്പുരാന്റെ മുമ്പിൽ നിലവിളിച്ചത് കൊണ്ടല്ലേ നിന്റെ വീട് നിലനിൽക്കുന്നത്. അങ്ങനെ ഈ ഞെരുങ്ങുന്നവർ ഓർത്തുകൊള്ളണം, ഈ ഞെരുക്കം വെറുതെ പോകത്തില്ല. ഇതൊരു സ്വർഗത്തോളം ഉയർത്തുന്ന ഒരു സ്ഥാനം നൽകുകയാണ്. നിന്റെ ഞെരുക്കത്തിനൊരു ഐഡന്റിറ്റി ഉണ്ടെന്ന് കൃത്യമായി വചനം നിന്നെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ആത്മീയ രഹസ്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് പൗലോസ്ലീഹ, ഒന്ന് വായിച്ചേ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തുസർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 10-ാം തിരുവചനം. പൗലോസ്ലീഹ ഒരു കാര്യം പറയുകയാണ്. എന്താ പറയണെന്ന് വായിച്ചേ. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. കണ്ടോ, ഈ ഞെരുക്കം ഉണ്ടാകുന്നുണ്ടല്ലോ, ഈ ഞെരുക്കം ഉണ്ടാകുന്നത് എനിക്ക് സന്തുഷ്ടമാണ്, സന്തോഷമാണ്. കാരണമെന്ന് പറഞ്ഞാൽ ഈ ഞെരുക്കം ഇത് അനുഗ്രഹീതമായ ഒരു സഹനമാണ്. ആമേൻ, ആമേൻ, ആമേൻ. ഈ കഴിഞ്ഞ ദിവസം ഒരു റെവറൻഡ് സിസ്റ്റർ, ആ സിസ്റ്ററിന് ക്യാൻസർ രോഗം, വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന, വളരെ ആക്റ്റീവായിട്ട് ഒരു സ്കൂളിൽ ശുശ്രൂഷയൊക്കെ നടക്കുന്ന ഒരു മിടുക്ക് സിസ്റ്റർ. ഈ സിസ്റ്ററിന് ക്യാൻസർ രോഗം. ഇതറിഞ്ഞതോടുകൂടി ഈ സിസ്റ്റർ ആദ്യത്തെ സ്റ്റേജ് അല്പം പരിഭ്രാന്തിയായി, അല്പം വിഷമം ഉള്ളിൻ്റെ ഉള്ളിലോട്ട് കയറി. പല കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് ആക്റ്റീവായിട്ട് നടക്കുകയാണ്. ഈ വിവരമറിഞ്ഞ് കൂടെയുള്ള സിസ്റ്റേഴ്സിൻ്റെയൊക്കെ അവരുടെ കൂട്ടായ്മയിലും വലിയ ഞെടുക്കം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്ററിന്, ഞാൻ ഈ സഹോദരിയോട് ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വലിയൊരു ഭാരം. എന്താ പറയണ്ടേ? കാരണം ഈ രോഗം വന്നപ്പോൾ വലിയ ഭാരമാണ്. എന്താ പറയേണ്ടെന്നൊരു പിടുത്തമില്ല. അപ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞെന്നറിയോ? അച്ഛൻ അറിയോ, ഈശോ കുരിശിൽ മരിച്ചത് ഈശോയ്ക്ക് വേണ്ടി അല്ലല്ലോ. കരിപ്പിടി കിട്ടിയോ? ഈശോ കുരിശിൽ മരിച്ചത് ഈശോയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ. ഈ സിസ്റ്ററിന് അറിയാവുന്നത് കൊണ്ട് ഈ സിസ്റ്ററിനോട് സംസാരിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഈ സിസ്റ്റർ പറഞ്ഞു വന്നത് മനസ്സിലായത്. ഈ സിസ്റ്ററിൻ്റെ കുടുംബത്തിൽ അനേക തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഈ സിസ്റ്ററിനോട് പറഞ്ഞത്, അച്ഛാ, എൻ്റെ ഈ സഹനം എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കാഴ്ചവെച്ചിരിക്കുകയാണ്.
എൻ്റെ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെച്ചിരിക്കുകയാണ്. ഈ സിസ്റ്ററിൻ്റെ ശരീരത്തിൽ കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെൻറ്റിന് സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സിസ്റ്റർ വിശ്വസിച്ചെന്തെന്നറിയോ? എൻ്റെ ശരീരത്തിൽ ഈ സർജറി നടക്കുമ്പോൾ, ഈ വേദന ഞാൻ ഏറ്റുവാങ്ങുമ്പോൾ, ഈ ഞെരുക്കം എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുമ്പോൾ, അങ്ങ് ദൂരെ എൻ്റെ വീട്ടിൽ നടത്തപ്പെടുന്ന അനേക മേഖലകളിൽ ഒരു അനുഗ്രഹമാണ്. എൻ്റെ വീട്ടിൽ കർത്താവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം ഈശോയുടെ സഹനത്തോട് ഞാനും പങ്കുചേരുന്നു. ഈശോ അനുഭവിച്ച സഹനം ഈശോയ്ക്ക് വേണ്ടിയല്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ എന്ന് ഇങ്ങനെ ചിന്തിച്ച് പഠിച്ചാലുണ്ടല്ലോ നമ്മുടെ ഞെരുക്കം അനുഗ്രഹപ്രദമാവും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ചോദ്യം ചെയ്ത് വിഷമിച്ച് എന്തുകൊണ്ട് ഞാൻ അങ്ങനെയാണല്ലോ നമ്മൾ, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നാൽ ഉത്തരം കിട്ടില്ല. നീ അനുഭവിക്കുന്ന ഈ ഞെരുക്കത്തിന് ഒരർത്ഥമുണ്ടെന്ന്. നിന്റെ ഈ ഞെരുക്കം വഴി അനേകർ രക്ഷ പ്രാപിക്കപ്പെടണം. വിശ്വസിക്കുന്നവർ ഉച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. കരങ്ങൾ കൂപ്പിക്കേ. നീ എന്ത് ഞെരുക്കത്തിലാണ് ഇന്നായിരിക്കുന്നത്? ഒരുപക്ഷെ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഞെരുക്കമായിരിക്കും. കുടുംബത്തിൽ ബന്ധത്തകർച്ചകളിലെ ഞെരുക്കമായിരിക്കും. കൂട്ടത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ള ഞെരുക്കമായിരിക്കും. പലതരത്തിലുള്ള കണക്കുകൂട്ടലുകളുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് ചിന്തയുണ്ടാവും. അൺഎക്സ്പെക്റ്റഡായി അപ്രതീക്ഷിതമായിട്ടുണ്ടായ ചില കാര്യങ്ങളിൽ നീ ഭാരപ്പെട്ടാണോ പ്രാർത്ഥിക്കുന്നത്? ചിലപ്പോൾ നിനക്കുണ്ടായ ചില രോഗങ്ങൾ, അതോടൊപ്പം തന്നെ നീ ഇന്ന് കടന്നു പോകുന്ന ചില മേഖലകൾ, സാമ്പത്തികമായ ഞെരുക്കം, മറ്റുള്ളവരാൽ പറ്റിക്കപ്പെട്ടവർ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റുള്ളവരാൽ പറ്റിക്കപ്പെട്ടവർ ഒരു ജീവിതത്തിൽ അധ്വാനിച്ചത് മുഴുവൻ മറ്റുള്ളവർ അപഹരിച്ചെടുത്തുകൊണ്ടുപോയി പറ്റിക്കപ്പെട്ടു. വിഷമത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. ഈശോയോട് പറ, ഈശോയെ എൻ്റെ ഉള്ളിലുള്ള ഞെരുക്കം ഇതാണ്. പലതരത്തിലുള്ള പറ്റിക്കപ്പെടലുകൾക്ക് ഭാഗമായവർ ഇവിടെ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇനി എന്തു ചെയ്യും? അധ്വാനിച്ചത് മുഴുവൻ കയ്യിൽ നിന്ന് പോയി, എന്തു ചെയ്യുമെന്ന് വിഷമിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഒരു നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി പണം കടം കൊടുത്തവരാണ്, പക്ഷെ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും സ്ഥലം വിൽപ്പന വാങ്ങൽ അതിനോട് ബന്ധപ്പെട്ട് പണം കൊടുത്തു, പക്ഷെ പിന്നീട് ഒന്നും നടക്കുന്നില്ല, വല്ലാത്ത ഞെരുക്കമുള്ളവരുണ്ട്. പഠനം കഴിഞ്ഞു ഒരു നല്ല ജോലി കിട്ടാത്തതിന് ഞെരുക്കത്തിലുണ്ട്. വിവാഹാലോചനകൾ പലതും വരുന്നു, ഒന്നും അങ്ങോട്ട് ക്രമീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ഞെരുക്കത്തിലുള്ളവരുണ്ട്. വീട് പണി നടത്തണമെന്നുണ്ട്, അതൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്ന് ഞെരുക്കത്തിലുള്ളവരുണ്ട്. അങ്ങനെ തുടങ്ങി അനേക തരത്തിലുള്ള ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഭാവിയിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ ഇതാ നിന്നോട് ഈശോ പറയുന്ന കാര്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാം തിരുവചനം, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നിങ്ങൾക്കിങ്ങനെയെല്ലാം പലതരത്തിലുള്ള ഞെരുക്കങ്ങളുണ്ട്, പക്ഷേ നീ ധൈര്യമായിരിക്കുക, നീ ധൈര്യമായിരിക്കുക. ഇതാ കർത്താവ് നിന്നിൽ ഇടപെടുകയാണ്. നീ ധൈര്യമായിരിക്കുക, ഭാരപ്പെടരുത്, നീ വിഷമിക്കരുത്, നീ ധൈര്യമായിരിക്കുക. ഈ ഞെരുക്കത്തിൽ ദൈവം നിന്നിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തകൻ പഠിപ്പിക്കുന്നത് പോലെ ഈ ഞെരുക്കത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നീ മനസ്സ് കാണിക്കുന്നുണ്ടോ? എങ്കിൽ ഈ ഞെരുക്കം ഒരു അനുഗ്രഹമായിട്ട് മാറും. ലോകം മുഴുവൻ പലതരത്തിൽ ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കാൻ പറ്റാതെ ഈ ഞെരുക്കം നിന്റെ ഉള്ളിലുള്ളപ്പോൾ ഈ ഞെരുക്കത്തെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ആരാധന ആരാധന
യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന